ധന്യനായ കർത്താവിന്റെ മഹത്വം എല്ലാവർക്കും പ്രഭാതവന്ദനം. പുറപ്പാട് പുസ്തകം 3-ാം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ ആകുന്നു, ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോടെ പറയണം. അപ്പോൾ മോശയ്ക്ക് ദൈവനിർദ്ദേശത്തെ ഹോരേബിൽ വെച്ചുണ്ടാകുകയും അതുവരെയും ആരും കടക്കാത്ത ഹോരേബിന്റെ അടിവാരത്തിലേക്ക് മോശ കടന്നു ചെല്ലുവാൻ നിൽക്കുന്നവിടെയായി ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആമീസൂത്രം മോശ അതുവരെയും ഒരു മനുഷ്യനും കാൽ വെക്കാത്ത ഹോരേബിന്റെ അതിൽ അല്ലെ അവനെ എങ്ങോട്ട് ആരോ വിളിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയണം. ദൈവം തന്നെ അവനെ വിളിച്ചു കൊണ്ടുപോയി അവന് മുമ്പിൽ മുൾപ്പടെ പ്രത്യക്ഷനായി. അവിടെ വെച്ച് പേര് ചോദിച്ചില്ല, ഞാൻ ആരാണെന്നെ അയച്ചിരിക്കും, ഞാൻ എന്താണ് ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമായി മോശം ഒരു പക്ഷെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ, ഒരുപാട് ഡീറ്റെയിൽ, ഒരു പ്രൊഫൈൽ, ഒരു പൂർണ്ണ പിക്ചർ ഇങ്ങനെ കിട്ടുമെന്നായിരിക്കും ഒരു പക്ഷെ മോശം വിചാരിച്ചു. പക്ഷെ കർത്താവ് അങ്ങനെയൊന്നും ചെയ്തില്ല. കർത്താവ് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു, ഞാനാകുന്നു, ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്നത്. അത് കർത്താവ് ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. കർത്താവിന് മനുഷ്യരോടുള്ള ഇടപെടൽ സംസാരിക്കുവാൻ താല്പര്യവൻ, ആലോചന വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും. പ്രവർത്തിപ്പാനാണ് കർത്താവിന്റെ ആലോചന. കർത്താവ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഒരു ശാസ്ത്രത്തിനും കർത്താവ് എന്താണ് ആലോചിക്കുന്നത് പോലും മനസ്സിലാക്കുവാൻ ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറിനുള്ള പവറുകൾക്ക് പോലും മനസ്സിലാകുകയില്ല കർത്താവ്. കാരണം അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തി. ദൈവത്തിന്റെ വചനം അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. മോശ വിചാരിച്ച് വലിയൊരു പ്രൊഫൈൽ ഇങ്ങോട്ട് കിട്ടും, രൂപസാദൃശ്യം, ഇങ്ങനെ 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 ഇങ്ങനെ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചു. ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാമോ? ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫറവോന്റെ അടുക്കൽ പോയിട്ട് ഇത് തന്നെയാണ് പറയുന്നത്, ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. മോശക്കറിയാം ഫറവോനാണ് ഈജിപ്തിന്റെ ദൈവം. ഫറവോനൊരു രൂപമുണ്ട്. ഇന്നും ആ ഫറവോന്മാരുടെ മമ്മികൾ ഈജിപ്ഷ്യൻ മ്യൂസിയങ്ങളിലെ ജീവനുള്ളതുപോലെ തന്നെ നമുക്ക് കാണപ്പെടുവാൻ്റെ കൊണ്ടിവിടെയാകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതേ ഫറവോന്മാരുടെ രൂപങ്ങളാണ് മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവര് ആ രാജ്യത്തെ ദൈവമായിരുന്നു. അപ്പൊ മോശയ്ക്കും അറിയാം ഫറവോൻ ഭരിക്കുന്ന രാജാവ് ആ രാജ്യത്തെ ദൈവമാണ്. പിന്നെ അനവധി ദൈവങ്ങളുണ്ട്, ഉപദൈവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ സർവശക്തനായ ദൈവം പറയുന്നു, ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ ആലോചന, അവൻ പ്രവൃത്തിയിലാണ്. പ്രവൃത്തിയിൽ എന്ന് പറയുമ്പോൾ മോശയോട് പറയുന്നത്, ഫറവോനോട് നീ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ കൊണ്ട് എനിക്കൊന്നും ചെയ്യുവാനില്ല. ഒത്തിരി പറഞ്ഞ് ചിലപ്പോൾ കണ്ടിട്ടില്ലേ, മൈക്കെടുത്ത് സഭായോഗത്തിന് ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുവാനിരിക്കുന്നു, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഭായോഗത്തിന് പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെ കൺവെൻഷൻ പ്രസംഗമാണ് പ്രാർത്ഥിക്കാനായി ചില വിശ്വാസികൾ ആ സമയം വിനിയോഗിക്കുന്നത്. പിന്നെ ആരെങ്കിലും കൈകൊട്ടുക അല്ലെങ്കിൽ പറയുമ്പോൾ അവർക്ക് ബോധം വന്ന് വീണ്ടും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നത്. അതൊന്നുമല്ല കർത്താവ് ഇവിടെ പറഞ്ഞു. കർത്താവ് ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ. ഇതാണ് പറയുന്നത്. ആരോടും പറയുന്ന കാര്യം ഇതാണ്. ഫറവോനെന്ന മിസ്രയീമിന്റെ ദൈവത്തോട് തന്നെ പറഞ്ഞു, ഞാനാകുന്നവൻ, ഞാനാകുന്നു. അപ്പോൾ അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. യോബിന്റെ ദിവസം 33:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ 1-2 പ്രാവശ്യം മാത്രം മനുഷ്യനോട് ഇടപെടും. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നീതിയുടെ മാർഗത്തിൽ നടത്തുവാൻ ദൈവം 1-2 പ്രാവശ്യം. പക്ഷെ ഇന്നത്തെ പ്രവാചകന്മാർ അങ്ങനെയൊന്നുമല്ല. അവരിങ്ങനെ ഇടപെടാതെ പ്രവചിച്ചുകൊണ്ടിരിക്കുക. യഹോവയുടെ നാമത്തിൽ ഇങ്ങനെ അങ്ങ് പ്രവചനങ്ങൾ നടത്തി. നീ അമേരിക്കൻ പ്രസിഡന്റ് ആകും, നീ പിന്നെ എന്താ പറയുക, ഈജിപ്തെ ആമിസൂത്രം, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ അമീർ ആകും, അല്ലെങ്കിൽ നിനക്ക് അവിടെ ഒരു 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 സുൽത്താനെ പോലെ നിനക്ക് കഴിയുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ ഇഷ്ടപ്പെടുന്ന പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഇടയിൽ പ്രവാചകന്മാർ ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക യഹോവയുടെ നാമത്തിൽ. ഞാൻ പ്രവചനമില്ലെന്നല്ല ഞാൻ പറയുന്നത്, പ്രവചനം ഇന്നുകൊണ്ട്, പ്രവചനം 1-ാം നൂറ്റാണ്ടിന്റെ പ്രവചനം ഈ നൂറ്റാണ്ടിലുമുണ്ട്, രോഗശാന്തി 1-ാം നൂറ്റാണ്ടിലുമുണ്ട്, ഇന്നുമുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയും, ദൈവം വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധിയും, ദൈവം വെച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും ഉണ്ട്. അല്ലാതെ മയക്കെടുക്കുന്നവരൊക്കെ അങ്ങ് പ്രവചിച്ച് 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 വേദന പ്രവചനം നടക്കുന്നുണ്ട്. ഒരു പ്രവചനം കൊണ്ട് പൂർത്തീകരിക്കുന്നില്ല. കഴിഞ്ഞ 38 വർഷമായിട്ട് പ്രവചനം കേൾക്കുന്നു. ഒരു പ്രവചനം സൂത്രം നിവർത്തീകരിച്ചത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല. എന്നാൽ കർത്താവ് കണ്ണുനീരൊഴുക്കുമ്പോൾ അവന്റെ ആ തിരുവചനം അങ്ങോട്ട് എടുത്ത് ആ കണ്ണുനീരിന്റെ ആ ഒരു മൂടലിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ഒരു വചനമുണ്ടല്ലോ, അത് എത്രയോ പ്രാവശ്യം അതേപോലെ നിവൃത്തിയായിരിക്കുന്ന, എത്രയോ ആണ്ടുകൾക്ക് മുമ്പ് തന്ന
ആമീൻ. വചനങ്ങളിൽ കൊടുക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഇന്നും ജീവനും ചൈതന്യമുള്ളതായി കൂടെ നിന്ന് ആ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തിന്റെ ആ ഒരു വിശ്വസ്തത ഓർത്ത് ഈ പ്രഭാതം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ്. യോബ് പറയുന്നത് പോലെ ഒത്തിരി സംസാരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ ഒന്നോ രണ്ടോ കാര്യം നീ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഒന്നോ രണ്ടോ പ്രാവശ്യം പറയല്ല. നമ്മുടെ പുറകെ നടന്ന് കുഞ്ഞെ നീ വാ നീ വാ നീ വാ, കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്നത് കഴിക്ക് കഴിക്ക് കഴിക്ക്, പഠിക്ക് പഠിക്ക് പഠിക്ക്, ഇങ്ങനെയൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് അവൻ പറയുന്നില്ലെന്നറിയാമോ? നിന്നെ വിളിച്ചിട്ട് 25-30 വർഷമായി. എന്നും നിന്നോട് നീ പാപത്തിലേക്ക് പോകാൻ, നീ നീതിയുടെ സത്യത്തിലും ജീവിക്കുന്നതിനെ വിളിച്ചിരിക്കുന്നത് നിത്യതയ്ക്കാണെന്ന് എന്നും നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ദൈവത്തിന് താല്പര്യമില്ലെന്ന്. അവൻ മിസ്രൈമിലെ ഫറവോനോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആലോചനയുള്ള പ്രവൃത്തിയിൽ എനിക്ക് പ്രവർത്തിപ്പാണ് താല്പര്യം. കാരണം എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കാണുക മാത്രമല്ല, അവരുടെ പിതാക്കന്മാരെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ജീവിതത്തിൽ അവരുടെ സഹിഷ്ണുത, അവരുടെ വിശ്വാസം, അവർ എനിക്ക് വേണ്ടി എങ്ങനെയായിരുന്നു, അവർ എന്റെ നാമത്തെ എങ്ങനെ ഉയർത്തി, ഇതോർത്തിട്ടാണ് ഞാനിപ്പോ ഇറങ്ങി വന്നിരിക്കുന്ന മോശം ഇതിന്റെ അടുക്കൽ വിടുവിക്കുക. ദൈവത്തിന്റെ വേദന നീ ഇന്ന് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. വരും തലമുറയ്ക്ക് ഒരു വലിയ വിടുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് കഷ്ടം അനുഭവിക്കുന്ന ഒരു അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. പക്ഷെ അബ്രഹാമിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ തലമുറ. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിനെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞാൻ അവരെ ഓർത്തിരിക്കുന്നെന്നാ പറയുന്നേ. ദൈവത്തിന്റെ വേദനേ ആ കഷ്ടം അനുഭവിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നേ. എന്റെ ദാസന്മാരെ അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ ഞാൻ ഓർത്തിരിക്കുന്നത് കൊണ്ട് മോശയെ കടന്നു വരിക, അവിടെ തലമുറയെ എനിക്ക് വിടുവിക്കേണ്ടതുണ്ട് നിന്നിൽ കൂടെ എന്നാണ് പറയുന്നത്. അവരനുഭവിക്കുന്ന പീഡനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ പൈതലേ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഇന്നൽപ്പം കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആമീസൂത്രം വരും തലമുറയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ദൈവം വെച്ചിരിക്കുന്നു. ഇന്നത്തെ തലമുറ തന്നെ ആമീസൂത്രം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നാ ജീവിക്കുന്നത്. അവൾ വരും കാലങ്ങളിലുള്ള തലമുറകൾ എവിടെയായിരിക്കും? കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ മനുഷ്യപുത്രത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നത് പോലെ വരും തലമുറ എവിടെയായിരിക്കും നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ പരിശോധനകൾ ഉണ്ടെങ്കിൽ ആമീസൂത്രം നീ ഒന്ന് വിചാരിച്ചോണം, നിന്റെ വരും തലമുറയിൽ കൂടി ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യുവാനുണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് എന്നോട് ഓർത്തിട്ട് സഹിഷ്ണുതയോട് ദൈവത്തോട് ചേർന്ന് ജീവിക്കും. കാരണം അവൻ ആലോചന വലിയ പ്രവൃത്തി ശക്തിമാനും. ഇയ്യോബ് പറയുന്നത് ഓർത്തു കൊടുക്കുക, 1-2 പ്രാവശ്യം. ദൈവത്തിന്റെ പതിൽ ഒത്തിരി ഒന്നും പറയുകയല്ല കേട്ടോ. അതുകൊണ്ട് നേരെ ചൊവ്വേ ജീവിച്ചോണം. ദൈവം പറയുന്ന വഴികൾ കൂടെ ജീവിച്ചോണം. 1-2 പ്രാവശ്യത്തിൽ കൂടുതലൊന്നും ദൈവം പറയില്ല. പ്രവാചകന്മാർ പറയുന്ന ശബ്ദത്തിനൊന്നും ചെവി കോർത്തിരിക്കേണ്ട കാര്യമില്ല. ആമീസൂത്രം അവർ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. നീ ഒരു അമീറും ആകാൻ പോകുന്നില്ല, നീ ഒരു സുൽത്താനും ആകാൻ പോകുന്നില്ല, നീ ഒരു ബുഷും ആകാൻ പോകുന്നില്ല, നീ ആസ്ട്രേലിയ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെയാണ് പ്രവാചകന്മാർ പറയുന്നത്. പ്രവാചകന്മാർ അതല്ല പറയേണ്ടത്, കുഞ്ഞെ നിന്റെ ജീവിതത്തിന്റെ നിന്റെ വഴി, നിന്റെ വഴികളെ നീ സൂക്ഷിച്ചു, നിന്റെ വഴികൾ, നിന്റെ പാതകൾ വഴുവഴുപ്പുണ്ട്, നീ ആ പാതയിൽ നിന്ന് മാറി സുസ്ഥിരമായ ക്രിസ്തു നിനക്ക് വെച്ചിരിക്കുന്ന പാതയിൽ കൂടി നീ നിത്യജീവങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രവാചക ശബ്ദം. ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു പ്രവാചക ദൈവത്തെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ദൈവം ഒരുപാട് നിന്നോട് സംസാരിക്കുക. അവന്റെ ആത്മാവ് ഒത്തിരി വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. നീ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല വേദനകളും കഷ്ടങ്ങളും ദുഃഖങ്ങളും അവൻ അറിയാതിരിക്കുന്ന, അവൻ സകലതും അറിയുന്നു. അതിന്റെ പിന്നിൽ അവനൊരു ഉദ്ദേശമുണ്ട്. അവന്റെ ഉദ്ദേശങ്ങൾ നടക്കട്ടെയോ പറയുന്നു, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. വചനങ്ങളാൽ ദൈവം